നമസ്കാരം, പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ലുലു മാളിലാണ്. ഭയങ്കര തിരക്കാണ്. സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ടും അതേപോലെ തന്നെ ഇവിടെ എന്തൊക്കെ ഓഫറുകളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതുകൊണ്ടൊക്കെയാണ്. കണ്ടോ എന്തൊരു തിരക്കാ. പക്ഷേ ഞാൻ പറയാൻ വന്നത് അതൊന്നുമല്ല. ഇന്ന് ലോക ജനസംഖ്യാ ദിനമാണ്. ജൂലൈ 11. 1987 ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞതിൻ്റെ ഒരു ദിനാചരണം എന്ന രീതിയിൽ 1989 മുതലാണ് UNDP ഇത് ആചരിക്കാൻ തുടങ്ങിയത്. അന്ന് കാലത്ത് മുൻകാലങ്ങളിൽ ജനസംഖ്യാ വിസ്ഫോടനം അഥവാ പോപ്പുലേഷൻ എക്സ്പ്ലോഷനും മത്സരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ ലോകമാകെ നേരിടുന്ന പ്രധാന വെല്ലുവിളി എങ്കിൽ, പക്ഷേ ഇന്ന് സ്ഥിതി ആകെ മാറിയിരിക്കുകയാണ്. ലോകത്തെ 73 രാജ്യങ്ങളിലെ 18 വയസ്സിനും 49 വയസ്സിനും ഇടയിലുള്ള യുവജനങ്ങളിൽ ഒരു സർവേ നടത്തിയപ്പോൾ യുവജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ ആശങ്കയും അവരുടെ ആഗ്രഹങ്ങൾ പറഞ്ഞത് 4 കാര്യങ്ങളാണ്. ഒന്ന്, നല്ല വരുമാനമുള്ള ഒരു ജോലി, ഒരു കൂട്ടിനൊരു ജീവിത പങ്കാളി, താമസിക്കാനൊരു വീട്, അതേപോലെ സന്തുഷ്ടമായൊരു കുടുംബം. ഈ ഒരു 4 കൺസെപ്റ്റ് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാധ്യത, ഒരു അവസരം, ഒരു സ്ഥിതി ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഇല്ല എന്നുള്ളതാണ് യൂത്ത് നേരിടുന്ന ഒരു പ്രധാന ആശങ്ക എന്നുള്ളതാണ്. ഒരു ഗിഗ് എക്കണോമി എന്ന് പറയുന്നത്, അതായത് താൽക്കാലിക ജോലി നിന്നും വരുമാനം കണ്ടെത്തി ജീവിക്കാനുള്ള ഒരു ആഗ്രഹമാണ് ഗിഗ് എക്കണോമി. അതുകൊണ്ട് തന്നെ അതിൽ എഞ്ചിനീയർമാർ ഡാറ്റ എൻട്രി ചെയ്യുന്നു, അതേപോലെ തന്നെ ബിരുദധാരികൾ പാഴ്സൽ സർവീസും ടാക്സി സർവീസും ഒക്കെ ചെയ്യുന്നു. 3, 4, 5 മണിക്കൂറുകൾ സോഷ്യൽ മീഡിയയിൽ ചെലവഴിച്ചുകൊണ്ട് അതേപോലെ തന്നെ ഈ പറയുന്ന ചെറിയ വരുമാനം സൃഷ്ടിക്കാനുള്ള ശ്രമവും നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മുടെ ഭരണാധികാരികൾ ശ്രദ്ധിക്കേണ്ടതും മാറ്റം വരുത്തേണ്ടതും ഈ യുവജനയുടെ ആശങ്ക പരിഹരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, തൊഴിലില്ലായ്മ പരിഹരിച്ചുകൊണ്ട് യുവജനങ്ങൾക്ക് സാധ്യമായ വരുമാനം സൃഷ്ടിക്കുന്ന തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ആവണം. എംപവറിങ് യൂത്ത്, ഷേപ്പിംഗ് അവർ ഫ്യൂച്ചർ എന്നതാവട്ടെ നമ്മുടെ പോപ്പുലേഷൻ്റെ ചിന്തകൾ. ഓക്കെ, താങ്ക് യു.